ഗുഡ് മോർണിംഗ്. രാത്രിയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ രാത്രി ഉണ്ടാവുന്നത് നമ്മൾ കരുതിയ ആളല്ലേ, ക്യാപ്റ്റൻ കൂൾ ആണ് കേട്ടോ. നമ്മുടെ ക്രിക്കറ്റിൽ ധോണിയാണ് എങ്കിൽ പുന്നമട ബോട്ട് ക്ലബിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട അലനാണ്. അലൻ കൂൾ അല്ലേ? ടെൻഷനൊന്നുമില്ലല്ലോ. പവർഫുൾ ആണ്, പവർഫുൾ. അതായത് ഈ 45 ദിവസവും ഈ എനർജി നിർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല കേട്ടോ അലൻ. അപ്പോൾ അലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അലൻ കഴിഞ്ഞ 2 തവണയും PBCക്ക് വേണ്ടി തന്നെയല്ലേ അലൻ, PBCയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അലൻ. അലൻ്റെ ലൈഫിലെ ഹാട്രിക് കിരീടമാണ് ഇത്തവണ നേടാൻ പോകുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനാണെങ്കിൽ ഡബിൾ ഹാട്രിക് കിട്ടാൻ പോവാ. അപ്പൊ അലനെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ മത്സരമാണിത്. ചങ്ക് പറിച്ചു കൊടുക്കും തീർച്ചയായിട്ടും. ജീവൻ മരണം പോരാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതായിരിക്കും. അപ്പൊ അലൻ എല്ലാം ഉഷാറാണ്. ഞങ്ങൾ ഉഷാറാണ്. ഞങ്ങൾക്ക് എതിരാളികളെ തോൽപ്പിക്കണമെന്ന് യാതൊരു വാശിയുമില്ല. പക്ഷേ ജയിക്കണമെന്നുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവും. അതിന് കാരണം ഞങ്ങളുടെ കഠിനാധ്വാനമാണ്. 45 ദിവസത്തെ നോക്കൂ, അതാണ് അതിനകത്തെ ആരോഗ്യകരമായ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. PBC ഇതാ പ്രേക്ഷകരോട് പറയുന്നു, നമ്മളോട് മത്സരിക്കുന്ന 20 ടീമംഗങ്ങളോട് പറയുന്നു, ആരെയും തോൽപ്പിക്കാനല്ല ഞങ്ങൾ നീറ്റിലിറങ്ങുന്നത്. അല്ലേ? വാശിയില്ല, തോൽപ്പിക്കുമെന്ന വാശിയില്ല, പക്ഷേ ജയിക്കുമെന്നുള്ളൊരു വാശി ഞങ്ങൾക്കുണ്ട്, ദൃഢനിശ്ചയം. അതിന് കാരണം ഞങ്ങളുടെ കഠിനാധ്വാനം, ഞങ്ങളുടെ പ്രാക്ടീസ്. 45 ദിവസത്തെ കഠിനമായ പ്രാക്ടീസാണ്. 45 ദിവസത്തെ കഠിനമായ പ്രാക്ടീസിൽ ചില വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വരാം. താമരശ്ശേരിയിൽ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്തയ്ക്കൊപ്പം ഇപ്പൊ നമ്മൾ ഈ തുഴച്ചിൽ ക്യാമ്പിലാണുള്ളത്. 45 ദിവസമായിട്ട് ഇവിടുന്ന് ആർക്കും അങ്ങനെ അധികം ലീവൊന്നും കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല. തുഴച്ചിൽ താരങ്ങളുടെ ക്യാമ്പാണ്. അന്യർക്ക് പ്രവേശനമില്ല. നമ്മൾ ആരും അന്യരല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് നമ്മൾ കടക്കുകയാണ്, ആരും അന്യരല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് വരികയാണ്. ക്യാമ്പിൻ്റെ പ്രത്യേകത ഇവിടെ പ്രേക്ഷകർക്ക് കാണാം. അവർ യോഗ സ്ട്രെച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുകയാണ്. നല്ല കിടുക്കൻ താരങ്ങളാണ് കേട്ടോ, തുഴച്ചിൽ താരങ്ങൾ. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. അവിടെ അവർ യോഗയും സ്ട്രെച്ചും ഒക്കെ ചെയ്യും. അലൻ ഇവിടെ ഉണ്ടല്ലോ. അലൻ ഇപ്പം ഈ പ്രാക്ടീസ് യോഗയാണോ അതോ സ്ട്രെച്ചിങ് ആണോ? യോഗ ചെയ്യാം. അപ്പൊ എങ്ങനെയാ പ്രാക്ടീസ് പൊതുവെ നടക്കുന്നത്? പ്രാക്ടീസ് ആരാ നടത്തുന്നത്? കോച്ചുണ്ട് ഇവിടെ. കോച്ചിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ? മനോജ്. അപ്പൊ നമ്മുടെ കോച്ച് മനോജാണ്. അപ്പൊ എങ്ങനെ കോച്ച് ആരാ? നമസ്കാരം. കോച്ച് പേരെന്താണ്? കിരൺ. വിനോദ്. അപ്പോൾ നല്ല ഉശിരുള്ള കോച്ചുമാരാണ് ഇത്തവണ പള്ളാത്തുരുത്തി. കഴിഞ്ഞ തവണ നിങ്ങൾ തന്നെയായിരുന്നോ? കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷമായിട്ട്? 4 വർഷമായിട്ട് മനോജിന്റെയും കിരണും മനോജും വിനോദും. കിരണും വിനോദിന്റെയും നേതൃത്വത്തിലാണ് നമ്മള് ലീഡിംഗ് ക്യാപ്റ്റനാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മളുടെ ഈ സംഘം പരിശീലനം നടത്തുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് യോഗയാണ്. എങ്ങനെയാ നമ്മുടെ ഒരു ട്രെയിനിങ്, എങ്ങനെയാ ക്യാമ്പ്, എങ്ങനെയാ ആക്റ്റീവായിട്ടുള്ള വാമിംഗ് അപ്പ്? എത്ര സമയം ഉണ്ടാവും? ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ റെസ്റ്റ് ആണ്. ഇന്ന് റെസ്റ്റാണ് ഫുള്ള്. ഇന്ന് തുഴച്ചിലൊന്നുമില്ല. മൊബൈലൊക്കെ കൊടുത്ത് ഇവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. എന്റർടൈൻഡ് ആവുക, റിലാക്സ്ഡ് ആവുക. കറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ഉണ്ടാവണം. ഈ സാധാരണ 45 ദിവസങ്ങളിലും 44 ദിവസങ്ങളിലും എങ്ങനെയായിരുന്നു ആ ട്രെയിനിങ്ങിന്റെ രീതി? രാവിലെ എഴുന്നേക്കുന്നു, രാവിലെ ഫിസിക്കലായിരിക്കും. ഇത്തവണ നല്ല ട്രെയിനിങ് ആയിരുന്നു. 45 ദിവസം നമുക്ക് സോൾഡ് ആയിട്ട് പിഴിഞ്ഞെടുത്താ അത്യാവശ്യം പിള്ളേരെ നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നീറ്റിൽ കാണാൻ പറ്റും. പക്ഷെ അവരുടെ മുഖത്തൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മൾ കാണുന്നുണ്ട് യോഗയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തും. അപ്പോൾ നമ്മുടെ മൊത്തം ഇപ്പം 85 പേരുണ്ട് നമ്മുടെ ക്യാമ്പിൽ. 98 പേര്. ആരെങ്കിലും ഒരു പനി പിടിച്ചാൽ പോലും ഒരാളെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നിർത്താൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അടക്കമുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ എങ്ങനെയാണ്? ടെൻഷൻ ഉണ്ടോ ശരിക്കും? ടെൻഷനൊന്നുമില്ല. ടെൻഷൻ ആവശ്യമില്ല. ഞങ്ങള് ജയിച്ച് ജയിച്ചേ കളമിടൂ എന്നുള്ളതാണ് അലൻ പറഞ്ഞതാണ്. ഞങ്ങൾ ആരെയും തോപ്പിക്കാൻ നമുക്ക് ആഗ്രഹമില്ല, പക്ഷെ നമുക്ക് ജയിക്കണം. 21 ടീമുകൾക്കൊപ്പം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജയിച്ച് കയറും. അതും 2ാമത്തെ ഹാട്രിക്കാണ്, ഡബിൾ ഹാട്രിക്ക്. ഇന്നേ വരെ ഒരു ബോട്ട് ക്ലബ്ബും 2 ഹാട്രിക്ക് നേടിയിട്ടില്ല, ഡബിൾ ഹാട്രിക്ക് നേടിയിട്ടില്ല. ചുണ്ടൻ നേടിയിട്ടുണ്ട്. എനിക്കൊന്ന് കാരിച്ചാൽ ചുണ്ടൻ 16 തവണയൊക്കെ വിജയിച്ചിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജയിച്ചതും നമ്മുടെ ബോട്ട് ക്ലബ്ബ് എന്ന രീതിയിൽ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 7 തവണ മറ്റോ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എടുത്തിട്ടുണ്ടോ? മൊത്തം ടോട്ടൽ 7 തവണ. ഇത് 8ാമത്തെ ട്രോഫിയാണ്. 2ാമത്തെ ഹാട്രിക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത്തവണ റിപ്പോർട്ടർ TV പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനോടൊപ്പമാണ്. പക്ഷേ 21 ബോട്ട് ക്ലബ്ബിനോടൊപ്പം നമ്മുടെ മനസ്സുണ്ടാവും. നമ്മളുടെ പാർട്ട്ണർഷിപ്പ് ഉള്ളത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പരിശീലനങ്ങൾ ഇവിടെ കാണുന്നു. നമുക്ക് ശരത്തെ വള്ളത്തിന്റെ ഹൃദയ താളമാണ് അല്ലേ? ലീഡിംഗ് ക്യാപ്റ്റനാണ്. അപ്പൊ ഈ ലീഡിംഗ് ക്യാപ്റ്റനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ലീഡിംഗ് ക്യാപ്റ്റന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ കൃത്യമായിട്ട് ഈ ടീമിനെ ട്രാക്കി കളിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക. അതാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. കോച്ചുമാർ ഒരുക്കി തയ്യാറാക്കി കൈ തരും. പക്ഷേ നമ്മുടെ വിനോദ് സാർ നമ്മുടെ കൂടെ ഉണ്ട്, വള്ളത്തിലും ഉണ്ട്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഗാലറി ആയിരിക്കും, കപ്പ് മേടിക്കും,
അത്രേ ഉള്ളൂ, ഗാലറി ഇരിക്കത്തേ ഉള്ളൂ, തുഴയൂലേ? വള്ളത്തിലില്ല, വള്ളത്തിലില്ലേ ക്യാപ്റ്റൻ? ഇല്ല, വള്ളത്തിൽ ഫൈനലിൽ ഞാൻ കയറത്തില്ല. ഫൈനലിൽ കയറത്തില്ല ക്യാപ്റ്റൻ? എന്തുകൊണ്ടാ? എന്റെ 85 കിലോയും കൂടെ അവര് തുഴയേണ്ട കാര്യമില്ല. അവർക്ക് വിജയമാണ് വേണ്ടത്. എന്റെ 85 കിലോയും കൂടെ അവര് തുഴയേണ്ട കാര്യമില്ല. ആ ഭാരം കൂടെ ഞാൻ വള്ളത്തെ കൊടുക്കണം. ലോകത്ത് ക്യാപ്റ്റൻ ഫൈനലിൽ ഇറങ്ങാതെ കപ്പടിക്കുന്ന ഒരേ ഒരു മത്സരം ഒരുപക്ഷെ വള്ളംകളി ആയിരിക്കും അല്ലേ? ബാക്കി എല്ലാ മത്സരവും. പക്ഷേ മിക്ക ടീം അല്ല, ഞാൻ പറഞ്ഞത് വള്ളംകളി. ഇപ്പൊ ഫുട്ബോളിലാണെങ്കിൽ ക്യാപ്റ്റൻ കളത്തിൽ ഇറങ്ങുമല്ലോ. അപ്പം ക്യാപ്റ്റൻ ഗാലറിയിൽ ഇരുന്ന് കപ്പ് വാങ്ങിക്കും. പിന്നെ വെറുതെ ഇരിക്കലല്ല, ക്യാപ്റ്റൻ ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ക്ലബിന്റെ കൂടെ ടീമിന്റെ കൂടെ ഉണ്ട് പുള്ളി എപ്പോഴും. പക്ഷെ ഇപ്പം വള്ളംകളിക്ക് നമ്മൾ ഗാലറിയെ ഓക്കെ. അപ്പൊ പ്രേക്ഷകരെ കപ്പടിക്കും നമ്മൾ തീർച്ചയായിട്ടും 100% നമ്മളെ കപ്പടിക്കും. PVCയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം PVCയുടെ ഡബിൾ ഹാട്രിക്ക് എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ ടീം മീറ്റിങ്ങിൽ സംസാരിച്ച വിഷയം ഇതെടുത്ത് പുറത്തിട്ടിട്ട് ഞങ്ങളെയൊക്കെ കളിയാക്കിയവരൊക്കെ ഉണ്ട്. ഒത്തിരി പേര് അത് നമ്മൾ വള്ളപ്പാഴിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞതിന് കളിയാക്കിയവരൊക്കെ ഉണ്ട്. ആ കളിയാക്കിയവരൊക്കെ ആ വഴിക്ക് പോവും. പക്ഷെ ഞങ്ങൾ അന്ന് പോലും തുടങ്ങി പണി ഈ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഒരൊറ്റ വള്ളപ്പാഴിച്ചത് PVC ചരിത്രം തിരുത്താൻ പോവുകയാണ്. PVC പള്ളാത്ത് 6 ടീമുകൾ ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ചില ചാരന്മാർ ചില ക്യാമ്പുകളിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 5 വള്ളക്ലബ്ബുകൾ പള്ളാത്തുരുത്തിക്കൊപ്പം ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അതെല്ലാ വർഷവും പറയുന്നുണ്ട് അവർ, എല്ലാ വർഷവും പറയും. പക്ഷേ ഞങ്ങള് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. PVCയുടെ ഡബിൾ ഹാട്രിക്കും എൻ്റെ 12ാമത്തെ കപ്പിനുമാണ് നാളെ ഞങ്ങൾ ട്രാക്കിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഞങ്ങൾക്ക് പ്രൊഫഷണൽ ഇത്തവണ ആരുമില്ല. പ്രൊഫഷണൽ വേറെ കേരളത്തിലുള്ള പിള്ളേർ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റു വള്ളത്തിലെല്ലാം പിന്നെ കണക്കിലധികം ടീമിന് വെച്ച് എല്ലാവരും തുഴയുന്നുണ്ട്. പരിശോധിക്കണം. പുറത്തുനിന്ന് ഇറക്കുമതി 25% പറയുന്ന ടീമാണ്. ഒരു വള്ളത്തെ 20% പറയുന്നത്. ആ ശതമാനം അതിലധികം ആളുകളെ വെച്ച് ഒത്തിരി വെള്ളം പരിശീലനം ചെയ്യും. പക്ഷെ PVCയുടെ വള്ളത്തിൽ കർഷകരും തുഴയുന്നുണ്ട് കുറെ വള്ളങ്ങളിൽ തുഴയുന്നുണ്ട്. പോസിറ്റീവായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുള്ളത് അവരും അറിയട്ടെ നമ്മുടെ തുഴച്ചിലേക്ക്. പക്ഷേ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തത്തിൽ നമ്മുടെ നാടാണ്, ലോകം മുഴുവൻ നമ്മുടെ നാടാണ്. എന്നാൽ പോലും മലയാളക്കരയുടെ മണ്ണിലുള്ള മനുഷ്യർ മാത്രം തുഴയുന്നതാണ് PVC അല്ലേ? നമ്മുടെ കൂടെ പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ കുടുംബങ്ങളിൽ വരുന്ന കർഷകരും കർഷക തൊഴിലാളിയുടെ കുടുംബങ്ങളിലെ മക്കൾ മാത്രമാണ്. അതാണ് അതിന്റെ സ്പിരിറ്റ്. ഈ കേരളത്തിലെ എല്ലാ ജില്ലയിലും ടീമുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണൽ പോലും ഇല്ലാതെ ഈ വർഷം ചരിത്ര വിജയം നേടും PVC. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ചരിത്ര വിജയം നേടാൻ ഇത്തവണ പള്ളാത്തുരുത്തി ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകത, 100% കുട്ടനാടന്റെ മണ്ണിൽ നിന്ന്, കർഷകരുടെ മണ്ണിൽ നിന്ന്, മണ്ണിനെ അറിയുന്ന കർഷകരുടെ തൊഴിലാളികളുടെ മക്കളാണ് ഞങ്ങളുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് തുഴയെറിയാൻ പോകുന്നത്. അവരുടെ കരുത്ത് കൂടും, അവരുടെ മസിൽ കരുത്ത് കൂടും, അവരുടെ മനസ്സിനും ചങ്കിനും കട്ടി കൂടും. കാരണം അവർ മണ്ണിനോട് പൊരുതിയ മനുഷ്യരുടെ മക്കളാണ്. അവരാണ് ഇറങ്ങാൻ പോകുന്നത്. ഇറക്കുമതി താരങ്ങളില്ല, പ്രൊഫഷണൽ താരങ്ങളില്ല. ഇവിടെ വന്ന് പ്രൊഫഷണലാക്കി മാറ്റിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ കർഷകരുടെ മക്കൾ ഇത്തവണ തുഴയെറിയാൻ പോവുകയാണ്. മണ്ണിനെ അറിയുന്ന, മനുഷ്യരെ അറിയുന്ന, മലയാളത്തെ അറിയുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലെ തുഴച്ചിലുകാരെ നിങ്ങൾ കണ്ടോളൂ.